നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. വർദ്ധിച്ചുവരുന്ന ലഹരി ഏകദിന ഉപവാസ സമരവുമായി KSSPA. ഉപവാസം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമൂഹത്തിൽ നിന്നും ലഹരി തുടച്ചു മാറ്റണമെന്ന ആവശ്യം. ചക്കരക്കൽ ടൗൺ വികസനം. മൗഞ്ചേരിയിൽ സർവേ കല്ല് സ്ഥാപിക്കുന്നതിൽ തർക്കം. ഉദ്യോഗസ്ഥരെ വ്യാപാരികളും ഉടമകളും തടഞ്ഞു. പ്രതിഷേധക്കാർ അറസ്റ്റിൽ. ടൗണിൽ ഹർത്താൽ. ടൂറിസം ഭൂപടത്തിൽ പുല്ലൂപ്പിയും 2ാം ഘട്ടത്തിന് ഭരണാനുമതി ലഭിച്ചു. ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റുകൾക്കുള്ള ടെൻഡർ ക്ഷണിക്കുമെന്ന് KV സുമേഷ് MLA. ബോട്ടിംഗ് കർശന സുരക്ഷാ മാനദണ്ഡങ്ങളോടെ മാത്രം. വാർത്തകൾ വിശദമായി. വർദ്ധിച്ചുവരുന്ന ലഹരി വ്യാപനത്തിനെതിരെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെൻഷൻകാർ ഉപവാസ സമരം നടത്തി. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഏറ്റവും കാലിക പ്രസക്തമായ ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് KSSPയുടെ നേതൃത്വത്തിൽ ഇവിടെ ഇത്തരത്തിലുള്ള ഒരു ഉപവാസ സമരം നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നു. നമ്മളവരെ ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോഴും ഭീതിപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. എല്ലാ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചാനലായാലും പ്രിന്റിംഗ് മീഡിയയിലായാലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഓരോരോ വാർത്തകൾ കാണുമ്പോൾ ഉണ്ടാകുന്ന ആ വേദനാജനകമല്ല, അല്ലെങ്കിൽ നമ്മളെ ഭയാശങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള ആ ഒരു സാഹചര്യമാണ് ഇന്ന് കാണുന്നത് എന്ന് നമുക്കറിയാം. അത് സ്കൂൾ ക്യാമ്പസ് മുതൽ മറ്റെല്ലാ സ്ഥലങ്ങളിലും ഈ ലഹരി വ്യാപാരം നിർബാധം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് നമ്മൾ രാവിലെ കണ്ടത് നമ്മുടെ ജില്ലയിൽ തന്നെ ഉളിക്കൽ പ്രദേശത്താണ് ഇത്തരത്തിലുള്ളൊരു സംഭവം കണ്ടത്. അതിനകത്തൊക്കെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ എടുത്തു കാണുന്നത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ ഇതിന്റെ ഭാഗമാക്കി മാറ്റിയിരിക്കുകയാണ്. ചെറിയ കുട്ടികൾ ഉൾപ്പെടെ സ്ത്രീകൾ ഉൾപ്പെടെ എല്ലാവരും ഇതിന്റെ വാഹകരായി മാറുന്ന ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് കടന്നു വന്നിരിക്കുന്നു എന്നുള്ളത് നമ്മളെയൊക്കെ തന്നെ ഭീതിപ്പെടുത്തുന്ന കാര്യമാണ്. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് K. മോഹനൻ അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി ചന്ദ്രൻ തില്ലങ്കേരി മുഖ്യപ്രഭാഷണം നടത്തി. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് MP വേലായുധൻ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. K. രാമകൃഷ്ണൻ, രവീന്ദ്രൻ കൊയ്യോടൻ, AK സുധാകരൻ, VV ഉപേന്ദ്രൻ, KC രാജൻ, KV ഭാസ്കരൻ, VV രമണി തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി P. സുഖദേവൻ സ്വാഗതവും ജില്ലാ ട്രഷറർ MP കൃഷ്ണദാസ് നന്ദിയും പറഞ്ഞു. സിറ്റി ന്യൂസ്, കണ്ണൂർ. BPCL കണ്ണൂർ ഡിപ്പോ അടച്ചുപൂട്ടൽ. റിലേ സത്യാഗ്രഹം തുടങ്ങി. ADM വിളിച്ചു ചേർത്ത യോഗത്തിൽ കമ്പനി ഉദ്യോഗസ്ഥർ നിലപാട് അറിയിച്ചതോടെയാണ് തൊഴിലാളികളും ഉടമകളും BPCL ഡിപ്പോയ്ക്ക് മുന്നിൽ റിലേ സത്യാഗ്രഹം തുടങ്ങിയത്. ടാങ്കർ വർക്കേഴ്സ് യൂണിയൻ CITU കണ്ണൂർ സോണൽ സെക്രട്ടറി A. പ്രേമരാജൻ ഉദ്ഘാടനം ചെയ്തു. ഭാരത് പെട്രോളിയം കണ്ണൂർ ഡിപ്പോ അടച്ചുപൂട്ടുമെന്നും തൊഴിലാളികളുടെ തൊഴിൽ ബാധ്യത ടാങ്കർ ഉടമകൾക്ക് മാത്രമാണെന്നും ടാങ്കർ ഉടമകൾക്ക് ഇനി ടെൻഡർ സൗകര്യമൊരുക്കുക അസാധ്യമാണെന്നും ADM വിളിച്ചു ചേർത്ത യോഗത്തിൽ കമ്പനി ഉദ്യോഗസ്ഥർ അറിയിച്ചതോടെ തൊഴിലാളികളും ഉടമകളും BPCL ഡിപ്പോയ്ക്ക് മുന്നിൽ റിലേ സത്യാഗ്രഹം തുടങ്ങുകയായിരുന്നു. ഇന്ന് കാലത്താണ് സത്യാഗ്രഹം ആരംഭിച്ചത്. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് K. ജയരാജൻ അഭിവാദ്യം ചെയ്തു. E. രാജീവൻ സ്വാഗതം പറഞ്ഞു. K. രാഗേഷ് അധ്യക്ഷത വഹിച്ചു. തുടർന്ന് എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും തൊഴിലാളികളും ഉടമകളും റിലേ സത്യാഗ്രഹ സമരവുമായി മുന്നോട്ടു പോകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. കണ്ണൂർ പുതിയ തെരുവിൽ വാഹനാപകടം. വയോധികന് ഗുരുതര പരിക്ക്. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും കാഞ്ഞങ്ങാടേക്ക് പോവുകയായിരുന്ന ഇന്നോവ കാർ പുതിയ തെരുവിൽ വെച്ച് സ്കൂട്ടറിൽ ഇടിച്ച ശേഷം നിയന്ത്രണം വിട്ട് റോഡരികിലുള്ള മരത്തിൽ ഇടിച്ചു കയറുകയായിരുന്നു. പയ്യന്നൂർ കോളേജിൽ ഹോളി ആഘോഷത്തിനിടെ സംഘർഷം. സീനിയർ ജൂനിയർ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 6 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ഹിന്ദി 1ാം വർഷ വിദ്യാർത്ഥി അർജുന് വാരിയലിനാണ് പരിക്കേറ്റത്. 1ാം വർഷ വിദ്യാർത്ഥികളും 3ാം വർഷ വിദ്യാർത്ഥികളും തമ്മിലാണ് സംഘർഷമുണ്ടായത്. സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. 3ാം വർഷ വിദ്യാർത്ഥികൾ ആസൂത്രണം ചെയ്ത് മർദ്ദിച്ചെന്നാണ് 1ാം വർഷ വിദ്യാർത്ഥികളുടെ പരാതി. വാരിയലിന് പരിക്കേറ്റ അർജുനെ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കോളേജിൽ മണിക്കൂറുകളോളം സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് പോലീസ് എത്തിയാണ് സാഹചര്യം ശാന്തമാക്കിയത്. സംഭവത്തിൽ അന്വേഷണം നടത്തിവരികയാണെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ.
വർദ്ധിച്ചുവരുന്ന ലഹരി ഏകദിന ഉപവാസ സമരവുമായി KSSPA ഉപവാസം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമൂഹത്തിൽ നിന്നും ലഹരി തുടച്ചുമാറ്റണമെന്ന ആവശ്യം. ചക്കരക്കൽ ടൗൺ വികസനം മൗഞ്ചേരിയിൽ സർവേ കല്ല് സ്ഥാപിക്കുന്നതിൽ തർക്കം. ഉദ്യോഗസ്ഥരെ വ്യാപാരികളും ഉടമകളും തടഞ്ഞു. പ്രതിഷേധക്കാർ അറസ്റ്റിൽ. ടൗണിൽ ഹർത്താൽ. ടൂറിസം ഭൂപടത്തിൽ പുല്ലൂപ്പിയും 2ാം ഘട്ടത്തിന് ഭരണാനുമതി ലഭിച്ചു. ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റുകൾക്കുള്ള ടെൻഡർ ക്ഷണിക്കുമെന്ന് KV സുമേഷ് MLA. ബോട്ടിംഗ് കർശന സുരക്ഷാ മാനദണ്ഡങ്ങളോടെ മാത്രം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തയിലേക്ക്. ചക്കരക്കൽ ടൗൺ വികസന സർവേ ഉദ്യോഗസ്ഥരെ തടഞ്ഞു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രവർത്തകരും സംയുക്ത സമര സമിതി പ്രവർത്തകരും ചേർന്നാണ് മൗഞ്ചേരിയിൽ ഉദ്യോഗസ്ഥരെ തടഞ്ഞത്. തുടർന്ന് സ്ഥലത്ത് വൻ സംഘർഷാവസ്ഥ ഉടലെടുത്തു. പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ചക്കരക്കല്ലിൽ ഹർത്താൽ ആചരിച്ചു. ചക്കരക്കൽ ടൗൺ വികസന സർവേക്ക് മൗഞ്ചേരിയിലെത്തിയ ഉദ്യോഗസ്ഥരെയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രവർത്തകരും സംയുക്ത സമര സമിതി പ്രവർത്തകരും തടഞ്ഞത്. തുടർന്ന് സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിന്നു. സാറ്റലൈറ്റ് സർവേക്ക് പകരം മാനുവൽ സർവേ നടത്തിയാൽ നഷ്ടം കുറയ്ക്കാൻ സാധിക്കുമെന്നും ടൗൺ വികസനത്തിന് പകരം ബൈപ്പാസ് കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഉദ്യോഗസ്ഥരെ തടഞ്ഞത്. തുടർന്ന് സംഘർഷാവസ്ഥ ഉടലെടുത്തതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ ചക്കരക്കൽ CI MP ആസാദിന്റെ നേതൃത്വത്തിലുള്ള QRT ടീം 20ഓളം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. തുടർന്ന് പ്രവർത്തകർ സംഘടിച്ച് പ്രകടനമായി ചക്കരക്കല്ലിലേക്ക് എത്തി ഹർത്താലിന് ആഹ്വാനം ചെയ്തു. ഇതിനിടെ നിർബന്ധിപ്പിച്ച് കടയടപ്പിക്കാൻ ശ്രമിച്ച ഏകോപന സമിതി പ്രവർത്തകരും വ്യാപാരി വ്യവസായി സമിതി പ്രവർത്തകരും തമ്മിൽ വാക്തർക്കമുണ്ടായി. സാറ്റലൈറ്റ് സർവേ ഒഴിവാക്കുക, മാനുവൽ സർവേ നടപ്പിലാക്കുക, ഒഴിപ്പിക്കപ്പെട്ട വ്യാപാരികൾക്കും തൊഴിലാളികൾക്കും മതിയായ സംരക്ഷണം നൽകുക, ഉടമകൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുക, മുമ്പ് പ്രഖ്യാപിച്ച ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുക, സ്വത്തിനും ഉപജീവന മാർഗവും സംരക്ഷിക്കാൻ നടപടിയെടുക്കുക എന്നീ ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിച്ചത്. തങ്ങളുടെ സ്വത്തും ഉപജീവന മാർഗവും സംരക്ഷിക്കാൻ ഏതറ്റം വരെ പോകുമെന്നും സമരസമിതി കൺവീനർ സജിർ കോമ്പിൽ പറഞ്ഞു. ജീവൽ മരണ പോരാട്ടം, നമ്മൾ ജീവിക്കാനുള്ള അവകാശത്തെയാണ് ഇവർ ഇല്ലാതാക്കുന്നത്. ഒരു പ്രകൃതി ദുരന്തം വന്നാൽ വ്യാപാരികൾ വേണം, വേറൊരു പ്രശ്നങ്ങൾ വന്ന വ്യാപാരികൾ വേണം. എല്ലാ കാര്യങ്ങളിലും വ്യാപാരികൾ ഒന്നൊരംഗം മുമ്പോട്ട് നിന്നിട്ട് സമൂഹത്തെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഈ വ്യാപാരികൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളൊരിക്കലും ഈ ഒരു വികസനത്തിനെതിരല്ല. വികസനം എന്ന പേര് പറഞ്ഞുകൊണ്ട് ഈ ടൗണിൽ നടക്കുന്നത് കൃത്യമായി 3 റോഡുകളാണ്. ഈ 3 റോഡുകളിലും 3 തരം അലൈൻമെന്റ് ആണ് വന്നിട്ടുള്ളത്. ചക്കരക്കല്ലിന്റെ ഹൃദയഭാഗം എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള റോഡാണ് ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്ന 5ഓളം ഗവൺമെന്റ് സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഗവൺമെന്റ് ഹോസ്പിറ്റൽ റോഡ്. ആ റോഡിന്റെ വികസനം എന്ന് പറയുന്നത് തുച്ഛമായ 400 മീറ്റർ ആണ് അതിന്റെ നീളം വരുന്നത്. ഈ ടൗൺ റോഡിന്റെ മെയിൻ റോഡ് വരുന്നത് 1 കിലോമീറ്ററും അതുപോലെ മുഴപ്പാല റോഡ് വരുന്നത് 600 മീറ്ററുമാണ് നീളം വരുന്നത്. അതിൽ തന്നെ വീതികൾ പ്രമാണിച്ചിട്ടാണെങ്കിൽ പലതരം അലൈൻമെന്റ് വ്യത്യാസങ്ങളാണ് ഈ ഇതിലുള്ളത്. അതുകൊണ്ട് നമുക്ക് വ്യാപാരികൾക്ക് ഒന്നേ പറയാനുള്ളൂ, ഈ സാറ്റലൈറ്റ് അലൈൻമെന്റ് നിർത്തിവെക്കുകയും മാനുവൽ ആയിട്ടുള്ള അലൈൻമെന്റ് കൊണ്ടുവന്നിട്ട് നമ്മളെ ചക്കരക്കല്ലിനെ വ്യാപാരികൾക്ക് സുരക്ഷിതമായി കൊണ്ടുള്ള ഒരു പാക്കേജിലൂടെ നിങ്ങൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ വ്യാപാരികളെ ഒന്നിച്ചു നിർത്തിക്കൊണ്ട് അതിന്റെ ആൾക്കാരുമായിട്ട് സംസാരിച്ച് എല്ലാ പ്രശ്നങ്ങളും ദൂരീകരിച്ച് സാറ്റലൈറ്റ് അലൈൻമെന്റ് ഒഴിവാക്കിക്കൊണ്ട് നിലവിലുള്ള റോഡിനെ അതുപോലെ നിർത്തി എത്രയാണോ വീതി വേണ്ടത്
കൃത്യമായി മാനുവൽ അലൈൻമെന്റ് കൊണ്ടുവന്നിട്ട് അതിനെ മുമ്പോട്ട് കൊണ്ടുപോകണം. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയ ശേഷം KRSB ഉദ്യോഗസ്ഥർ സർവേ നടപടികളുമായി മുന്നോട്ടുപോയി. എന്നാൽ ബൈപ്പാസ് വന്നാൽ വ്യാപാരികൾക്ക് ഗുണകരമാകില്ലെന്നും ചക്കരക്കൽ ടൗൺ വികസനം അത്യാവശ്യമാണെന്നും വ്യാപാരി വ്യവസായി സമിതി ഭാരവാഹികൾ പറഞ്ഞു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കളായ K പ്രദീപൻ, ശശീന്ദ്രൻ, ഖലീൽ, അബ്ദുൾ അസീസ് തുടങ്ങിയവരും സംയുക്ത സമരസമിതി നേതാക്കളായ A സത്യൻ, കോമ്പിൽ സജീർ, ഹരീന്ദ്രൻ, സജീഷ് കേളോത്ത് എന്നിവരും പങ്കെടുത്തു. ആരവം 2025 എന്ന പേരിൽ പള്ളിപ്രം UP സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളിയാവൂർ ഉദ്ഘാടനം ചെയ്തു. പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായി കുട്ടികളുടെ വിവിധ പ്രവർത്തനങ്ങൾ, പരീക്ഷണങ്ങൾ എന്നിവയും അവതരിപ്പിച്ചു. മികവ് പ്രദർശനവും സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് ഷമീർ പള്ളിപ്രം അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് സുനിത കുമാരി EP സ്വാഗതവും LSS USS വിജയികളെ വാർഡ് കൌൺസിലർ A ഉബൈമിയും അനുമോദിച്ചു. കലാകായിക ശാസ്ത്ര പ്രതിഭകളെ BRC ട്രെയിനർ M ഉനൈസ് മാസ്റ്റർ ആദരിച്ചു. പരിപാടിക്ക് മുൻ കൌൺസിലർ C എമുള്ളാൻ, പരീദ് മാസ്റ്റർ, വിവേക്, സജിന, ഷാരിക, K സുഗതൻ, K രാജീവൻ, അരുൺ മാസ്റ്റർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. മഷ്ഹൂദ് മാസ്റ്റർ പള്ളിപ്രം നന്ദിയും രേഖപ്പെടുത്തി. പൊരിവെയിലിൽ ജോലി ചെയ്യുന്ന കണ്ണൂരിലെ ട്രാഫിക് പോലീസുകാർക്ക് കുടിവെള്ളവും ഹാൻഡ് സ്ലീവും സൺഗ്ലാസും വിതരണം ചെയ്തു. സിറ്റി പോലീസ് കമ്മീഷണർ P നിധിൻ രാജ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ KPOA, കേരള പോലീസ് അസോസിയേഷൻ KPA, കണ്ണൂർ സിറ്റി ജില്ലാ കമ്മിറ്റികൾ എന്നിവരാണ് ട്രാഫിക് ജോലിയിൽ ഏർപ്പെട്ടവർക്കായി കുടിവെള്ള വിതരണവും സൺഗ്ലാസ്, ഹാൻഡ് സ്ലീവ് വിതരണവും നടത്തിയത്. നമ്മൾക്കിവിടെ ഒരു മുകളിൽ ഒരു തണൽ നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്, ഇവിടെ ഒരു സ്റ്റേജ് നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് ഒരു അരമണിക്കൂർ മാത്രം അല്ലെങ്കിൽ ഒരു മണിക്കൂർ സമയത്തേക്ക് മാത്രമെങ്കിലും വന്നിരിക്കുന്ന സമയത്ത് നമ്മൾക്കിത് ആവശ്യമാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു തരത്തിലേക്കുള്ള ഒരു തണലും ഒന്നും ലഭിക്കാതെ തീർച്ചയായിട്ടും ഒരു ട്രാഫിക് പോയിന്റിൽ ഡ്യൂട്ടി ചെയ്യുന്ന നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ, ഹോംഗാർഡ് അടക്കമുള്ള നമ്മുടെ സേനയുടെ ഭാഗമായി നിൽക്കുന്നവർ എത്രമാത്രം കഠിനമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് ഒരു തരത്തിലും തർക്കമുള്ള കാര്യമല്ല. ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും കുടിവെള്ളവുമായി ബന്ധപ്പെട്ട്, സൺഗ്ലാസുമായി ബന്ധപ്പെട്ട്, ഹാൻഡ് ഗ്ലൗവുമായി ബന്ധപ്പെട്ട് ഒക്കെ അതിൽ ചെറിയ ഒരു ആശ്വാസമെങ്കിലും കണ്ടെത്താൻ പറ്റുന്ന, വളരെ ചുരുങ്ങിയതെങ്കിലും എന്നാൽ വലിയ തരത്തിലേക്ക് ആശ്വാസം കണ്ടെത്താൻ പറ്റുന്ന ഈ ഒരു പ്രവർത്തനം തീർച്ചയായിട്ടും KPAയുടെയും KPOയുടെയും ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഇടപെടലുകൾ ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അഭിനന്ദനങ്ങൾ അർഹിക്കുന്നത് തന്നെയാണ്. ട്രാഫിക് പോലീസ് സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ KPOA സെക്രട്ടറി K രാജേഷ് അധ്യക്ഷത വഹിച്ചു. അഡീഷണൽ SP KV വേണുഗോപാലൻ വിശിഷ്ട അതിഥിയായി. ട്രാഫിക് SI VV മനോജ് കുമാർ, KPA പ്രസിഡന്റ് VV സന്ദീപ് കുമാർ എന്നിവർ സംസാരിച്ചു. KPA സെക്രട്ടറി സിനീഷ് VV സ്വാഗതവും ജില്ലാ കമ്മിറ്റി അംഗം M ജിജിനേഷ് നന്ദിയും പറഞ്ഞു. ഹാൻഡ് സ്ലീവ് കണ്ണൂർ ജില്ലാ പോലീസ് സഹകരണ സംഘവും സൺഗ്ലാസ് കണ്ണൂർ ആസ്റ്റർ മിംസ് ആശുപത്രിയുമാണ് സേനാംഗങ്ങൾക്കായി കൈമാറിയത്. ചൊവ്വ ധർമ്മസമാജം UP സ്കൂളിൽ പഠനോത്സവം 2024-25 അൽ മാഹിർ സ്കോളർഷിപ്പ് ലഭിച്ച കുട്ടികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. സഹാന ഓഡിറ്റോറിയം പരിസരത്ത് നടന്ന പരിപാടി SN കോളേജ് റിട്ടയർഡ് പ്രൊഫസർ മനോമോഹൻ ഉദ്ഘാടനം ചെയ്തു. അന്ന് നിങ്ങളുടെ അത്ര പഠിക്കാനുള്ള പ്രശ്നമൊക്കെ ഉണ്ട്, പക്ഷെ സ്കൂളിൽ പോകാൻ മടിയായി. നിങ്ങളൊന്നും അങ്ങനെ ആവാൻ പാടില്ല. നല്ല മിടുക്കരായ കുട്ടികളാണ്. പിന്നെ സ്കൂളിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെ പഠിക്കുന്നോ അത് നിങ്ങളുടെ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ ഗുണമുള്ള കാര്യമായിരിക്കണം കേട്ടാ. നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരാണ്, നിങ്ങളുടെ കൂട്ടുകാരാരാണ് എന്നൊക്കെ അച്ഛനമ്മയോട് നിങ്ങൾ പറഞ്ഞിരിക്കും. പിന്നെ ഈ കൂട്ടത്തിൽ കാണുന്ന കുട്ടികൾ എല്ലാം നല്ല മിടുക്കരാണെന്ന് തന്നെ കണ്ടാൽ തന്നെ അറിയാം. കുട്ടികൾക്കുള്ള സമ്മാന വിതരണം റിട്ടയർഡ് പ്രൊഫസർ മനോമോഹൻ നിർവഹിച്ചു. കുട്ടികൾ തന്നെ തയ്യാറാക്കിയ പഠന പുസ്തകം ചടങ്ങിൽ അതുൽ കൃഷ്ണ പ്രകാശനം ചെയ്തു. ലയൺസ് ക്ലബിന്റെ ഉപഹാരം ക്ലബ് ഭാരവാഹികൾ വിതരണം ചെയ്തു. പിന്നീട് കുട്ടികളുടെ ശാസ്ത്ര പ്രദർശനവും തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. BRC ട്രെയിനർ അതുൽ കൃഷ്ണ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക ഷർണ ഗംഗാധരൻ, വിജയൻ എന്നിവർ സംസാരിച്ചു. കേരള സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ സഹകരണത്തോടെ സ്ത്രീകൾക്ക് കരുതലുമായി കുടുംബശ്രീ സ്നേഹിത ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകളിലേക്ക്. കുടുംബശ്രീ സ്നേഹിത എക്സ്റ്റൻഷൻ സെന്റർ കണ്ണൂർ ACP ഓഫീസ് അങ്കണത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു.
കുടുംബശ്രീ സംസ്ഥാന മിഷന്റെയും സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെയും നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് സ്നേഹിത എക്സ്റ്റൻഷൻ സെന്റർ. പരിചയസമ്പന്നരായ കമ്മ്യൂണിറ്റി കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ ആഴ്ചയിൽ 2 ദിവസമാണ് സ്റ്റേഷനുകളിൽ സേവനം ലഭ്യമാക്കുന്നത്. പരാതിക്കാർക്ക് മാനസിക പിന്തുണ ഉറപ്പുവരുത്തുക, കൌൺസിലിംഗ് സേവനം നൽകുക, താൽക്കാലിക ഷെൽട്ടറിംഗ് ആവശ്യമുള്ളവർക്ക് സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിൽ ഷെൽട്ടറിംഗ് ലഭ്യമാക്കുക, പരാതിക്കാരുടെയും ബാധിതരുടെയും മാനസിക നില അവലോകനം ചെയ്യുക, കൌൺസിലിംഗ് അടക്കമുള്ള സംവിധാനങ്ങളിലൂടെ പരാതി പരിഹാരം മെച്ചപ്പെടുത്താൻ പോലീസിനെ സഹായിക്കുക, പരാതിക്കാരുടെയും ബാധിതരുടെയും മാനസിക നില അവലോകനം ചെയ്യുക എന്നിവയൊക്കെയാണ് ഈ പ്രവർത്തനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. വലിയ മാറ്റങ്ങളാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ സ്ത്രീകൾക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവർക്ക് സമൂഹത്തിൽ മുഖ്യധാരയിലേക്ക് എത്തുന്നതിന് വേണ്ടി, കുടുംബത്തിനകത്തും സമൂഹത്തിനകത്തും അവരെ അംഗീകരിക്കുന്നതിന് വേണ്ടി തുടങ്ങിയ ഒരു വലിയ നേട്ടങ്ങൾ കുടുംബശ്രീ പ്രസ്ഥാനത്തിലൂടെ സ്ത്രീകൾക്ക് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇന്ന് ചില അനിഷ്ട സംഭവങ്ങളെല്ലാം നമ്മുടെ കേരളത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെയും നമ്മൾ പറയുന്നത് വളരെ അഭിമാനത്തോടു കൂടി തന്നെ നമുക്ക് പറയാൻ വേണ്ടി കഴിയുന്നത് അത്തരത്തിലുള്ള പ്രതികളെ മണിക്കൂറുകൾക്കുള്ളിൽ പോലീസിന് പിടികൂടാനായിട്ടുണ്ട് എന്നും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ കേരളത്തിനകത്തുള്ള പോലീസ് വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിന്റെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ വേണ്ടി കഴിയുന്നത്. തീർച്ചയായും നമുക്ക് പ്രതീക്ഷ നൽകുന്ന വിധത്തിലേക്ക് ഇത്തരത്തിലെല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ധൈര്യപൂർവ്വം മുന്നോട്ട് പോകുന്നതിന് വേണ്ടി കഴിയട്ടെ എന്ന് മാത്രമാണ് ഈ അവസരം സൂചിപ്പിക്കാനുള്ളത്. ഉദ്ഘാടന ചടങ്ങിൽ അഡീഷണൽ SP KP വേണുഗോപാലൻ അധ്യക്ഷനായി. സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് IPS മുഖ്യാതിഥിയായി. കണ്ണൂർ ജില്ലാ മിഷൻ കോർഡിനേറ്റർ M വിജയൻ പദ്ധതി വിശദീകരണം നടത്തി. ACP TK രത്നകുമാർ, ടൗൺ SHO ശ്രീജിത്ത് കൊടയേരി, KPO ജില്ലാ സെക്രട്ടറി K രാജേഷ്, KPA ജില്ലാ സെക്രട്ടറി സിനീഷ് V, വനിതാ പോലീസ് സബ് ഇൻസ്പെക്ടർ രേഷ്മ K എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സോമനാഥ ക്ഷേത്ര ജ്യോതിർലിംഗ ദർശനം കണ്ണൂരിൽ ഒരുക്കുമെന്ന് ആർട്ട് ഓഫ് ലിവിംഗ് കണ്ണൂർ ഭാരവാഹികൾ അറിയിച്ചു. മാർച്ച് 17 വൈകുന്നേരം 5:30 കണ്ണൂരിലെ ഭക്തർക്ക് കാണാൻ സൗകര്യമൊരുക്കുന്നത്. ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് ജ്യോതിർലിംഗ ദർശനം നടക്കുന്നതെന്ന് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് രാജേഷ് കൃഷ്ണ തെക്കൻ പറഞ്ഞു. 2 ജ്യോതിർലിംഗാണുള്ളത്. അപ്പം അതിൽ ഒരു ജ്യോതിർലിംഗം, അതായത് സോമനാഥ ക്ഷേത്രത്തിലെ ജ്യോതിർലിംഗം ശരിക്കും 1000 വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് ഗസ്നി എന്ന ഒരാളുടെ ആക്രമണത്താൽ ജ്യോതിർലിംഗം താറുമാറായി പൊട്ടിപ്പോയിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പോഴുള്ള അവരുടെ പൂജാരികളും മറ്റുള്ളവർ അവർ കാത്തു സൂക്ഷിക്കുകയും കുറേ അവരുടെ തലമുറകൾ കൈമാറി അതിപ്പോഴുള്ള ഒരു തലമുറയാണ് അത് ശ്രീ രവിശങ്കറിനെ ഏൽപ്പിക്കുകയും ചെയ്തു. അപ്പം അത് 11 പീസായിട്ടാണ് അത് ചിന്ന ഭിന്നമായി പോയത്. അതിൻ്റെ 4 പീസാണ് തമിഴ്നാട്ടിലുള്ള പരമ്പരയ്ക്ക് കിട്ടിയിരിക്കുന്നത്. അത് ശ്രീ രവിശങ്കറെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് അവിടെ ഈ വർഷം പുനഃപ്രതിഷ്ഠിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഈ ജ്യോതിർലിംഗം ഈ ഇന്ത്യയിലെ സകല സ്ഥലത്തും പ്രദർശിപ്പിച്ചിട്ട് ആളുകൾക്ക് അത് കാണാനുള്ള അവസരം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾക്ക് രുദ്രപൂജയും ഇവിടെ കണ്ണൂർ വെച്ച് നടക്കുന്നുണ്ട്. അതായത് ഈ അടുത്ത തിങ്കളാഴ്ച മാർച്ച് 17 വൈകിട്ട് 5:30 പ്രോഗ്രാം. ഈ രുദ്രത്തിലാണ് നമ്മൾ പൂജ ചെയ്യണത്, പുതിയ ഈ ജ്യോതിർലിംഗ രുദ്രത്തിൽ. ലോകാരാധ്യനായ ശ്രീ രവിശങ്കറിന്റെ പ്രധാന ശിഷ്യനായ സ്വാമി സദ്യോജാതജിയുടെ നേതൃത്വത്തിലാണ് ജ്യോതിർലിംഗ ദർശനത്തിനുള്ള സൗകര്യമൊരുക്കുന്നത്. ചരിത്രപ്രസിദ്ധവും പുണ്യപുരാതനവുമായ ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രത്തിൽ 1000 വർഷങ്ങൾക്ക് മുമ്പ് ദിവ്യപ്രതിഷ്ഠയുണ്ടായിരുന്ന ജ്യോതിർലിംഗമാണ് ഭക്തർക്കു മുന്നിൽ പ്രദർശിപ്പിക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ ആർട്ട് ഓഫ് ലിവിംഗ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് രാജേഷ് കൃഷ്ണ തെക്കൻ, സെക്രട്ടറി PK രാജേഷ്, സഞ്ജു മോഹൻ, P അനിൽകുമാർ എന്നിവരും പങ്കെടുത്തു. വാർത്തയിൽ വീണ്ടും ഒരു ഇടവേള കൂടി. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ചാല, കണ്ണൂർ. വർദ്ധിച്ചുവരുന്ന ലഹരി ഏകദിന ഉപവാസ സമരവുമായി KSSPA ഉപവാസം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമൂഹത്തിൽ നിന്നും ലഹരി തുടച്ചു മാറ്റണമെന്ന ആവശ്യം. ചക്കരക്കൽ ടൗൺ വികസനം, മൗഞ്ചേരിയിൽ സർവേ കല്ല് സ്ഥാപിക്കുന്നതിൽ തർക്കം. ഉദ്യോഗസ്ഥരെ വ്യാപാരികളും ഉടമകളും തടഞ്ഞു. പ്രതിഷേധക്കാർ അറസ്റ്റിൽ. ടൗണിൽ ഹർത്താൽ.
ടൂറിസം ഭൂപടത്തിൽ പുല്ലൂപ്പിയും രണ്ടാം ഘട്ടത്തിന് ഭരണാനുമതി ലഭിച്ചു. ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റുകൾക്കുള്ള ടെൻഡർ ക്ഷണിക്കുമെന്ന് KV സുമേഷ് MLA. ബോട്ടിംഗ് കർശന സുരക്ഷാ മാനദണ്ഡങ്ങളോടെ മാത്രം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തയിലേക്ക്. പുല്ലൂപ്പിക്കടവ് ടൂറിസം പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന് ഭരണാനുമതി ലഭിച്ചുവെന്ന് KV സുമേഷ് MLA വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കോഴിക്കോട് NIT നടത്തിയ പരിശോധനയ്ക്ക് ശേഷം സമർപ്പിച്ച സേഫ്റ്റി ഓഡിറ്റ് സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലാണ് 4,27,98,673 രൂപയുടെ പുതുക്കിയ എസ്റ്റിമേറ്റിന് ഭരണാനുമതി നൽകിയത്. ഇതിന്റെ ഭാഗമായി ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റുകൾ ആരംഭിക്കാനുള്ള ടെൻഡറുകൾ ഒരാഴ്ചക്കകം പുറത്തിറക്കുമെന്നും സുമേഷ് പറഞ്ഞു. സെപ്റ്റംബറിലായിരുന്നു പുല്ലൂപ്പിക്കടവ് ടൂറിസം പദ്ധതിയുടെ ആദ്യഘട്ടം പ്രവർത്തനം ആരംഭിച്ചത്. നിലവിൽ വാക്ക്വേ, ഇരിപ്പിട സൗകര്യങ്ങൾ, ടോയ്ലറ്റ് എന്നിവ പുല്ലൂപ്പിക്കടവിൽ സഞ്ചാരികൾക്ക് തുറന്നു നൽകിയിട്ടുണ്ട്. ഏപ്രിൽ മാസത്തിൽ തന്നെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് തുറന്ന് പ്രവർത്തിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും MLA പറഞ്ഞു. നമ്മുടെ പുല്ലൂപ്പിക്കടവിലെ ടൂറിസം പദ്ധതിയുടെ നിങ്ങൾക്കറിയാം, നമ്മുടെ ജില്ലയിലെ തന്നെ ഒരു വളരെ വേഗതയിൽ പൂർത്തീകരിച്ച ഒരു ടൂറിസം പദ്ധതിയാണ് പുല്ലൂപ്പിക്കടവ് ടൂറിസം പദ്ധതി എന്ന്. എന്നാൽ 8 മാസം കൊണ്ട് അത് നിർമ്മാണം ആരംഭിച്ച് അത് പൂർത്തിയാക്കപ്പെട്ടു. മാത്രമല്ല പ്രകൃതി രമണീയമായ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയിൽ ഒരു കേന്ദ്രമായിട്ടത് മാറുകയും ചെയ്തു. 4,1,50,000 രൂപയാണ് പാസ്സാക്കിയത്. പിന്നീട് അത് റിവേഴ്സ് എസ്റ്റിമേറ്റ് അവർ കമ്പനിയോട് 4,27,97,673 രൂപ റിവേഴ്സ് എസ്റ്റിമേറ്റ് ആയിട്ട് ഇപ്പോൾ പാസ്സായിട്ടുണ്ട്. അത് സംബന്ധിച്ച് ഒട്ടേറെ വാർത്തകളിടയിൽ വന്നിരുന്നു. നമ്മുടെ ഈ ടൂറിസം പദ്ധതികൾക്ക് സംഭവിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ഈ ടൂറിസം പദ്ധതി ഗവൺമെന്റ് ഫണ്ട് അനുവദിച്ച് പൂർത്തിയാക്കി കഴിഞ്ഞാൽ അത് നടത്തിപ്പിന് DTPC ടെൻഡർ ചെയ്ത ആളുകൾക്ക് കൊടുക്കുകയാണ് ചെയ്യുക. സാധാരണ അതിൻ്റെ ഒരു പ്രോസസ്സ് അതാണ്. നാറാത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. രമേശനും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിനൊരുങ്ങി. തളാപ്പിൽ നിർമ്മിച്ച ജില്ലാ കമ്മിറ്റി ഓഫീസായ സുശീല ഗോപാലൻ സ്മാരക മന്ദിരം മാർച്ച് 18 ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടക സമിതി ചെയർപേഴ്സൺ N. സുകന്യ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 4 മണിക്ക് വൃന്ദ കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. ഞങ്ങളുടെ സംഘടനയുടെ യൂണിറ്റുകളിൽ നിന്ന് മഹിളാ അസോസിയേഷൻ്റെ പ്രവർത്തകർ 50 രൂപയുടെയും 100 രൂപയുടെയും 200 രൂപയുടെയും കൂപ്പൺ അച്ചടിച്ച് അതിലൂടെ സമാഹരിച്ച പണം, ആ പണം കൊണ്ടാണ് പൂർണ്ണമായിട്ടും ഈ ഒരു കെട്ടിടം, 3 നിലയുള്ള കെട്ടിടമാണ്. അതിനകത്ത് 2 ഹോളുണ്ട്. ഒരു ചെറിയ മീറ്റിംഗ് ഹോളുണ്ട്, അതുപോലെ ഒരു 400 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന ഒരു വലിയ ഹോളും അവിടെയുണ്ട്. പിന്നെ അതിന് പുറമെ ഇപ്പോൾ പറഞ്ഞ ഈ ലീഗൽ ആൻഡ് കൗൺസിലിംഗ് സെൻറ്ററിന് വേണ്ടിയിട്ടുള്ള ഒരു റൂമുണ്ട്. നന്ദിനിയടത്തിയുടെ പേരിൽ, സഖാവ് NK നന്ദിനിയടത്തിയുടെ പേരിലാണ് നമ്മുടെ ലൈബ്രറി നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഹോളുകൾക്കും നമ്മൾ അതെല്ലാം അന്ന് ഉദ്ഘാടനം ചെയ്യും. അതിൻ്റെ എല്ലാം വിശദാംശങ്ങൾ ആ കുറിപ്പിനകത്ത് തന്നിട്ടുണ്ട്. നമ്മുടെ മേജർ ഹോള്, 400 പേർക്ക് ഇരിക്കാവുന്ന ഹോള് സഖാവ് P. ദേവൂട്ടിയുടെ പേരിലാണ് നാമകരണം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ചെറിയ മീറ്റിംഗ് ഹോള് സഖാവ് K. ദേവയാനിയുടെ പേരിലാണ്. കരിവള്ളൂരിലെ സമരനായകൻ AVയുടെ ജീവിത പങ്കാളിയും വലിയ ത്യാഗങ്ങളിലൂടെ കടന്നുപോയ ആളാണ് സഖാവ് K. ദേവയാനി. ദേവയാനിയുടെ പേരിലാണ് ആ മീറ്റിംഗ് ഹോള് നമ്മൾ ആലോചിച്ചിട്ടുള്ളത്. NK നന്ദിനിയും പുതിയ തലമുറയ്ക്ക് എത്രമാത്രം പരിചിതമാണെന്ന് അറിഞ്ഞുകൂടാ. ഈ കണ്ണൂർ ജില്ലയിൽ ആദ്യകാലത്ത്
വളരെ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ട് ഓരോ സ്ഥലത്തും നടന്ന് പോയി സംഘടനാ പ്രവർത്തനം നടത്തി സ്ത്രീകളെ സംഘടിപ്പിച്ച ആളാണ് സഖാവ് എൻ കെ നന്ദിനി. അവരുടെ പേരിലാണ് ലൈബ്രറി നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയ ഡോർമെട്രി, കണ്ണൂരിലേക്ക് വരുന്ന സ്ത്രീകൾക്ക് അത്യാവശ്യം ഒന്ന് താമസിക്കാൻ കഴിയുന്ന ഒരു സൗകര്യം ഒരുക്കുന്ന രൂപത്തിലുള്ള ഒരു ഡോർമെട്രിയും അടക്കമുള്ള ഒരു ഓഫീസാണ് ഇപ്പോൾ അവിടെ തയ്യാറായിട്ടുള്ളത്. പി ദേവൂട്ടി സ്മാരക ഹാൾ ഉദ്ഘാടനം പി കെ ശ്രീമതിയും, കെ ദേവയാനി മെമ്മോറിയൽ മീറ്റിംഗ് ഹാൾ കെ കെ ശൈലജയും, എൻ കെ നന്ദിനി മെമ്മോറിയൽ ലൈബ്രറി ആൻഡ് ജെൻഡർ സ്റ്റഡി ഉദ്ഘാടനം സി എസ് സുജാതയും, ഫോട്ടോ അനാച്ഛാദനം സൂസൻ കോടിയും, ലീഗൽ ആൻഡ് കൌൺസിലിംഗ് സെന്റർ അഡ്വക്കേറ്റ് പി സതീദേവിയും ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ എം വി ജയരാജൻ, എം പ്രകാശൻ, ഇ പത്മാവതി, കെ കെ ലതിക, ടി കെ ഗോവിന്ദൻ, കെ കെ രത്നകുമാരി, പി പി ദിവ്യ തുടങ്ങിയവർ പങ്കെടുക്കും. 2022 ഡിസംബർ 18 പി കെ ശ്രീമതിയാണ് കെട്ടിടത്തിന്റെ തറക്കല്ലിട്ടത്. 4036 യൂണിറ്റുകളിൽ നിന്നും 50, 100, 200 രൂപയുടെ കൂപ്പൺ ഉപയോഗിച്ചാണ് സ്ഥലം വാങ്ങുന്നതിനും കെട്ടിട നിർമ്മാണത്തിനുമായി 5 കോടി രൂപയോളം പിരിച്ചെടുത്തത്. 3 നിലയുള്ള കെട്ടിടത്തിൽ കൌൺസിലിംഗ്, നിയമസഹായ കേന്ദ്രം, ലൈബ്രറി, നഗരത്തിലെത്തുന്ന സ്ത്രീകൾക്ക് താമസിക്കാനുള്ള ഡോർമെട്രി, 400 പേർക്ക് ഇരിക്കാവുന്ന കോൺഫറൻസ് ഹാൾ, ചെറിയ യോഗങ്ങൾ നടത്താനുള്ള മീറ്റിംഗ് ഹാൾ എന്നിവ ഒരുക്കിയത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 1,00,000 മഹിളാ പ്രവർത്തകർ പങ്കെടുക്കുന്ന പൊതുസമ്മേളനത്തിന് മുൻപ് പ്രശസ്ത ഗായിക പുഷ്പവതിയുടെ ഗാനമേള, മഹിളാ അസോസിയേഷൻ പ്രവർത്തകരുടെ കലാമേള എന്നിവയും നടക്കും. സംഘാടക സമിതി കൺവീനർ പി കെ ശ്യാമള, കെ പി വി പ്രീത, എൻ വി സരള എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സിറ്റി ന്യൂസ്, കണ്ണൂർ. മാതൃസ്നേഹത്തിന്റെ മഹത്വം വിളിച്ചോതുന്ന ഇടശ്ശേരിയുടെ പൂതപ്പാട്ടിന്റെ രംഗാവിഷ്കാരവുമായി കല്യാശ്ശേരി കണ്ണപുരം LP സ്കൂളിലെ കുട്ടികൾ അരങ്ങിലെത്തി. സ്കൂളിന്റെ 113ാം വാർഷികത്തിന്റെ ഭാഗമായാണ് ഈ തിയേറ്റർ പരീക്ഷണം നടന്നത്. ഒപ്പം 3-4 ക്ലാസ്സിലെ 31 കുട്ടികൾ അവതരിപ്പിച്ച പൂരക്കളിയും കാണികളെ അമ്പരപ്പിച്ചു. പ്രശസ്ത സിനിമാ നടൻ സന്തോഷ് കീഴാറ്റൂരാണ് വാർഷികാഘോഷത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. പാഠപുസ്തകത്തിന്റെ ഏടുകളിൽ കുട്ടികൾ പരിചയിച്ച പൂതവും നിഷ്കളങ്കനായ ഉണ്ണിയും അരങ്ങിലെത്തിയപ്പോൾ മാതൃഭാവത്തിന്റെ ഉദാത്ത മാതൃകയാണ് കാണാനായത്. കുട്ടിക്കൂട്ടത്തിന്റെ പൂതപ്പാട്ട് അരങ്ങിലെത്തിച്ചതിൽ TV രഞ്ജിത്ത് കണ്ണപുരത്തോടൊപ്പം പരിശീലകരായി നിമിഷയും സോജയും ഉണ്ടായിരുന്നു. സ്കൂൾ വാർഷികത്തിന്റെ മറ്റൊരു ആകർഷണീയത 3-4 ക്ലാസ്സിലെ 31 കുട്ടികൾ അവതരിപ്പിച്ച പൂരക്കളിയായിരുന്നു. ഇതിൽ 18 പെൺകുട്ടികളും 13 ആൺകുട്ടികളും ചുവടുവച്ചു. തീവ്രമായ മെയ്വഴക്കം അത്യാവശ്യമായ ഈ കലാരൂപത്തിന് 1 മാസക്കാലം നീണ്ട നിരന്തര പരിശീലനത്തിലൂടെയാണ് കുട്ടികൾ ശേഷി നേടിയത്. പയ്യനാട് രവീന്ദ്രൻ പണിക്കരായിരുന്നു പരിശീലകൻ. മാർഗം കളി, ദഫ്, കോൽക്കളി, തിരുവാതിരക്കളി, ഒപ്പന തുടങ്ങി കേരളീയ കലാരൂപങ്ങളും രക്ഷിതാക്കളും അധ്യാപികമാരും ചേർന്ന് അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും വാർഷികത്തിന്റെ ഭാഗമായി അരങ്ങിലെത്തി. സിറ്റി ന്യൂസ്, കണ്ണൂർ. വടക്കൻ കേരളത്തിലെ ആരോഗ്യരംഗത്ത് പൊതുചരിത്രം എഴുതി കണ്ണൂർ കിംസ് ശ്രീചന്ദ് ആശുപത്രിയിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ഫുൾ ഫ്ലഡ്ജ്ഡ് പൾമണോളജി യൂണിറ്റ് ലങ് കെയർ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. കണ്ണൂർ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ സജിത് ലങ് കെയർ സെന്റർ ഉദ്ഘാടനം ചെയ്തു. ശ്വാസകോശ രോഗങ്ങൾ വർദ്ധിച്ചുവരുന്ന ഈ കാലഘട്ടത്തിൽ അത്യാധുനിക പൾമണറി ക്രിട്ടിക്കൽ കെയർ യൂണിറ്റും ഇന്റർവെൻഷണൽ പൾമനോളജി വിഭാഗവും ഉൾപ്പെടുന്ന ലങ് കെയർ സെന്റർ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് ഏറ്റവും മികച്ച ചികിത്സ വടക്കൻ കേരളത്തിൽ തന്നെ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആരംഭിച്ചിരിക്കുന്നത്. ഈ രംഗത്ത് വിദഗ്ധ ചികിത്സാ സൗകര്യങ്ങൾ അനിവാര്യമാണ്. ഈ തിരിച്ചറിവിൽ നിന്നാണ് കിംസ് കണ്ണൂർ അത്യാധുനിക പൾമണോളജി യൂണിറ്റിന് രൂപം നൽകിയിരിക്കുന്നത്. സങ്കീർണമായ ശ്വാസകോശ രോഗങ്ങൾക്കും ഗുരുതരമായ അവസ്ഥകൾക്കും ഒരുപോലെ ചികിത്സ നൽകാൻ ശേഷിയുള്ള ഈ യൂണിറ്റ് രോഗികൾക്ക് വലിയ ആശ്വാസമാകും. കണ്ണൂരിൽ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ സജിത്തിനെ ചടങ്ങിൽ ആദരിച്ചു. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കിംസ് ശ്രീചന്ദ് ആശുപത്രിയുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്നും അധികൃതർ അറിയിച്ചു. ആരോഗ്യരംഗത്ത് പുതിയ തലമുറ, ഇപ്പോഴത്തെ ജെൻസി, ജെൻ ആൽഫ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന പുതിയ തലമുറയെ ലഹരിക്കെതിരെ അവരെ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാം. കാരണം കുട്ടികളെ ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് നമ്മൾ എത്ര ഉപദേശം കൊടുത്താലും കുട്ടികൾ ഉപദേശം കേൾക്കില്ല. ഇന്ന് പല മാതാപിതാക്കളും സങ്കടത്തോടെ നമ്മളിതൊക്കെ പറയുന്നത് കുട്ടികളെ പേടിയാണെന്നാണ്. ചെറിയ പിള്ളേരെ ഭയക്കുന്നു. എനിക്കൊന്ന് വർഷങ്ങൾക്ക് മുന്നേ സമീർ ഉൾപ്പള്ളിയൊക്കെ ഇതിനെ സ്റ്റെപ്പ് എടുത്തിട്ടുള്ള ആൾക്കാരാണ്, കായിക രംഗത്ത് കുട്ടികളെ കൊണ്ടുവന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പം അത്തരത്തിലൊരു കാര്യത്തിനായിട്ട് ഒരു ഹോസ്പിറ്റൽ എന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചോദ്യമുണ്ട്. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഈ വെക്കേഷൻ മുതൽ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ, 8ാം ക്ലാസ്സിനപ്പുറം ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക്
ഒരു ഡോക്ടർ എങ്ങനെ ഡോക്ടറായി, അല്ലെങ്കിൽ ആ ആരോഗ്യരംഗത്ത് അടുത്ത 10 വർഷത്തിലോ 15 വർഷത്തിലോ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്ത് എന്തൊക്കെ രീതിയിലുള്ള പുതിയ കോഴ്സുകൾ വരുന്നു, അത് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുക. ഒരു ഹോസ്പിറ്റൽ എങ്ങനെയാണ് നടത്തുന്ന രീതിയിൽ വർക്ക്ഷോപ്പ് പോലെ കുട്ടികൾക്ക് നമ്മുടെ കൂടെ വന്ന് രോഗികളെ കാണുക, രോഗികളുടെ അവസ്ഥ എങ്ങനെ ഇവിടെ എത്തി എന്ന് മനസ്സിലാക്കുക. ലഹരി ഉപയോഗിച്ചുകൊണ്ടുള്ള തിക്താനുഭവം അനുഭവിക്കുന്ന രോഗികൾ, മദ്യപാനം കൊണ്ടുള്ള അനുഭവിക്കുന്ന രോഗികൾ, ഈ പറയുന്ന ലങ്സ് ഇഷ്യൂസ് ബാധിക്കുന്ന ആൾക്കാർ, അതേപോലെ ലിവർ സിറോസ് വന്ന ആൾക്കാർ, അവരെത്തിപ്പെടുന്ന എങ്ങനെ ഇവിടം വരെ വന്നു, അവർ ചെറുപ്പകാലത്ത് എന്തൊക്കെയാണ് അവർ കൺസ്യൂം ചെയ്തിട്ടാണ് ഈ ലെവലിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർ വന്നു പെട്ടതൊക്കെ ഒരു ജീവിത സാഹചര്യങ്ങളിലൂടെ മനസ്സിലാക്കി കൊടുക്കുക. അതിലൂടെ തന്നെ ലൈഫ് ഒരു എന്താ പറയുക റോൾ മോഡൽസ് ഡോക്ടേഴ്സും അതേപോലെ ഹെൽത്ത് കെയർ വർക്കേഴ്സും അവരുടെ മുന്നിലാവുക. അതിലൂടെ ഒരു പോസിറ്റിവിറ്റി ജനറേറ്റ് ചെയ്യുക എന്നൊരു ശ്രമം. അത് നമ്മുടെ മേഖല, ആരോഗ്യ മേഖലയിൽ നമ്മൾ ചെയ്യുന്നു. നമ്മളത് തുടങ്ങി വെച്ചാൽ നാളെ മറ്റു മേഖലകൾക്കുള്ള ഇതേ പദ്ധതി കൊണ്ടുപോകാം എന്നുള്ളതാണ്. അതിൻ്റെ സ്റ്റാർട്ടിംഗ് ആയിട്ട് നമ്മൾ ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ കിംസ് കേരള ക്ലസ്റ്റർ സിഇഒ ആൻഡ് ഡയറക്ടർ ഫർഹാൻ യാസിൻ, കിംസ് ശ്രീചന്ദ് ഹോസ്പിറ്റൽ യൂണിറ്റ് മേധാവി ഡോക്ടർ ദിൽഷാദ് TP, സ്പെഷ്യലിസ്റ്റ് ഇന്റർവെൻഷണൽ പൾമണോളജി ഡോക്ടർ ജുനൈദ് ഹുസൈൻ, കൺസൾട്ടന്റ് പൾമണോളജിസ്റ്റ് ഡോക്ടർ ഫിലിപ്പ് ആന്റണി, കൺസൾട്ടന്റ് പൾമണോളജിസ്റ്റ് ഡോക്ടർ സാബിർ C, അസോസിയേറ്റ് കൺസൾട്ടന്റ് ക്രിട്ടിക്കൽ കെയർ ഡോക്ടർ സനിൽ V എന്നിവരും പങ്കെടുത്തു. സിറ്റി ന്യൂസ് കണ്ണൂർ. രണ്ടാം മണ്ടലൂർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കണ്ണൂർ കനകത്തൂർ ശ്രീ കൂറുമ്പക്കാവ് തിറ മഹോത്സവത്തിന് നാളെ പുലർച്ചെയോടെ സമാപനമാകും. ഇന്നലെ രാത്രി കാവിലെ പ്രധാന ആരാധനാമൂർത്തിയായ ദേവത്താറിന്റെ 3ാം തിരുമുടി ഉയർന്നു. അങ്കക്കാരന്റെ വില്ലാട്ടത്തിന് ശേഷം പുലർച്ചെയോടെയാണ് കാവിൽ നിന്നിറങ്ങുക. പുലർച്ചെ ചുറ്റുവിളക്ക്, ഉദയ, സ്നാനപൂജ, മീന, താലപ്പൊലി എന്നിവയ്ക്കു ശേഷം സീതയും മക്കളും, നാഗകന്നി, നാഗകണ്ഠൻ തുടങ്ങിയ തെയ്യക്കോലങ്ങളും ഇറങ്ങി. ബാലിസുഗ്രീവ യുദ്ധവും നടന്നു. രാത്രി ദേവത്താറിന്റെ 4ാം തിരുമുടി ഉയരും. ദേവത്താർ, അങ്കക്കാരൻ, ബപ്പൂരാൻ, തമ്പുരാട്ടി അമ്മ, വിഷ്ണുമൂർത്തി എന്നിവയുടെ കൂടിക്കാഴ്ചയും ശേഷം അങ്കക്കാരന്റെ വില്ലാട്ടവും നടക്കും. പുലർച്ചെയോടെ കാവിൽ നിന്നും ഇറങ്ങും. കേരളത്തിലെ ഇടതുപക്ഷ പുരോഗമന അധ്യാപക സംഘടനയായ കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KSTA കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സർവീസിൽ നിന്നും വിരമിക്കുന്ന സംഘടനാ നേതാക്കളായ അധ്യാപകർക്ക് യാത്രയയപ്പും ഇഫ്താർ വിരുന്നും അധ്യാപക കലോത്സവത്തിലെ ജില്ലാ സംസ്ഥാന വിജയികൾക്ക് സമ്മാന വിതരണവും നടത്തി. കണ്ണൂർ ശിക്ഷക് സദനിൽ നടന്ന പരിപാടി മുൻമന്ത്രി PK ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. സമരസംഘടനാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് സർവീസിൽ നിന്നും സംഘടനാ രംഗത്തു നിന്നും വിരമിക്കുന്ന സംസ്ഥാന ജില്ലാ നേതാക്കൾക്കാണ് KSTA കണ്ണൂർ ജില്ലാ കമ്മിറ്റി യാത്രയയപ്പ് നൽകിയത്. ശിക്ഷക് സദനിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രി PK ശ്രീമതി ടീച്ചറാണ് ഉദ്ഘാടനം ചെയ്തത്. കേന്ദ്ര ഗവൺമെന്റ് ഈ വിദ്യാഭ്യാസ രംഗത്ത് ഒരു അഴിച്ചുപണി നടത്തി അവരുടെ വീക്ഷണത്തിനനുസരിച്ച് അവരുടെ നയസമീപനങ്ങൾക്കനുസരിച്ച് എല്ലാം മാറ്റിയെടുക്കാൻ വേണ്ടി ഒരു പുതിയ വിദ്യാഭ്യാസ നയം കൊണ്ടുവരുമ്പോൾ ആ വിദ്യാഭ്യാസ നയത്തെ പോലും എതിർത്ത് തോൽപ്പിക്കാൻ തക്ക വിധത്തിലുള്ള ഇച്ഛാശക്തിയോടുകൂടിയിട്ടുള്ള ഇടപെടൽ ഗവൺമെന്റിനെ പിന്തുണ നൽകിക്കൊണ്ട് നമ്മുടെ ഈ കേരളത്തിലെ അധ്യാപക പ്രസ്ഥാനം KSTA എടുത്തുകൊണ്ടിരിക്കുന്ന പങ്കാളിത്തം അല്ലെങ്കിൽ എടുത്തുകൊണ്ടിരിക്കുന്ന ഉത്തരവാദിത്വം വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കേരളത്തിലെ ഇന്നത്തെ അധ്യാപക സമൂഹം എന്ന് പറയുന്നത് ഒരുപക്ഷെ അവർക്ക് അവധി കിട്ടുന്നു എന്നൊക്കെ മറ്റുള്ളവർ പറയും, വെക്കേഷൻ ഉണ്ട്, ഓൺ വെക്കേഷൻ ഉണ്ട്, പക്ഷെ അതൊന്നും അല്ല. സത്യം എവിടെയോ കിടക്കുന്നു. ഏത് വെക്കേഷനും യഥാർത്ഥത്തിൽ അവരൊരു വെക്കേഷൻ അല്ല എൻജോയ് ചെയ്യുന്നത്. അവർക്ക് എടുത്താൽ തീരാത്തത്രയും ജോലി ഭാരം നിന്നുണ്ട്, അത് എടുക്കുന്നുമുണ്ട്. അതിനനുസരിച്ച് നമ്മുടെ കുട്ടികളുടെ നിലവാരവും ഉയർന്നു വരുന്നുണ്ട്. ഒരു പണ്ടത്തെ കാലത്തെ ഒരു അധ്യാപക രീതിയൊന്നും അല്ല ഇന്ന്. ജില്ലാ പ്രസിഡന്റ് K പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ട്രഷറർ AK ബീന, സംസ്ഥാന വൈസ് പ്രസിഡന്റ് KC മഹേഷ്, സംസ്ഥാന കമ്മിറ്റി അംഗം K രഞ്ജിത്ത് എന്നിവർ അഭിവാദ്യം ചെയ്തു. മുൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം PA ഗോപാലകൃഷ്ണൻ, മുൻ ജില്ലാ സെക്രട്ടറി K ശശീന്ദ്രൻ, മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം ME ചന്ദ്രാംഗതൻ, മുൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി K മനോജ് കുമാർ, മുൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ KT ശ്രീവത്സൻ, KV രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. യാത്രയയപ്പ് സമ്മേളനത്തോടൊപ്പം KSTA അധ്യാപകർക്കായി നടത്തിയ കലാകായിക മത്സരങ്ങളിൽ ജില്ലാ സംസ്ഥാന തലങ്ങളിൽ 1ഉം 2ഉം സ്ഥാനം നേടിയവരെയും അനുമോദിച്ചു. പിന്നീട് ഇഫ്താർ സംഗമവും നടന്നു. KSTA ജില്ലാ സെക്രട്ടറി K സുനിൽ സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി PK ബിന്ദു നന്ദിയും രേഖപ്പെടുത്തി. സിറ്റി ന്യൂസ് കണ്ണൂർ.
ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതി 2024-25 ഉൾപ്പെടുത്തി വനിതകൾക്ക് മെൻസ്ട്രൽ കപ്പ് വിതരണം ചെയ്തു. ഇരുവേരി CHC ഹാളിൽ ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും വലിയ ഉപകാരപ്രദമായിട്ടുള്ള ഒന്നായി മാറും. പാരിസ്ഥിതിക പ്രശ്നങ്ങളും അതുപോലെ തന്നെ നമ്മുടെ നാട് നേരിടുന്ന മലിനമായിട്ടുള്ള അന്തരീക്ഷത്തെയും മാറ്റുന്നതിന് ഒരു പരിധി വരെ നമുക്ക് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സാധിക്കും. ഇപ്പൊ വലിച്ചെറിയുന്ന ഇടം ഇന്നില്ല. മറ്റ് എവിടെയുള്ള സ്ഥലത്ത് നമുക്ക് വലിച്ചെറിഞ്ഞ് പോകാമായിരുന്നു. ഇന്ന് വലിച്ചെറിയാനുള്ള ഇടമില്ല. സംരംഭ ശുചിത്വമായി പ്രഖ്യാപിക്കുന്ന കേരളത്തിനകത്ത് ഒരു കാരണവശാലും അത്തരം ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുകയുമില്ല. അതുകൊണ്ട് അതിനെ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് സമ്പൂർണ്ണ ശുചിത്വ കേരളത്തിലേക്ക് പോകുമ്പോൾ ഒരു നവകേരളത്തെ സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്കും അതിൽ പങ്കെടുക്കാൻ കഴിയണമെങ്കിൽ അതിൽ മാലിന്യം എത്രമാത്രം കുറച്ചു കൊണ്ടുവരാൻ കഴിയും, വേസ്റ്റ് എത്രമാത്രം കുറച്ചു കൊണ്ടുവരാൻ കഴിയും, അതിന് കൂടി സഹായകമായ രീതിയിലാണ് ഞങ്ങൾ ഈ പദ്ധതി തയ്യാറാക്കി. മെഡിക്കൽ ഓഫീസർ K. മായ അധ്യക്ഷത വഹിച്ചു. KT ബിന്ദു സ്വാഗതം പറഞ്ഞു. ഡോക്ടർ ജസ്ന ക്ലാസ് എടുത്തു. ചെമ്പിലോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C. പ്രസീത, D. ജിഷ, ഹെൽത്ത് സൂപ്പർവൈസർ മനോജ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. പെർളശ്ശേരി പഞ്ചായത്ത് മാലിന്യമുക്ത പ്രഖ്യാപനം നടത്തിയതിന്റെ പിറ്റേ ദിവസം പ്രദേശത്ത് മാലിന്യം തള്ളി. കർശന നടപടികൾക്കൊരുങ്ങി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. പെർളശ്ശേരി പഞ്ചായത്ത് പരിധിയിലെ ചെറുമാവിലായിൽ നടത്തിയ പരിശോധനയിൽ വർക്ക്ഷോപ്പ് മാലിന്യങ്ങൾ അഞ്ചരക്കണ്ടി പുഴയോട് ചേർന്ന ചതുപ്പ് പ്രദേശത്ത് തള്ളിയ നിലയിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. മാലിന്യം തള്ളിയ നടാലിലെ ഇറാം മോട്ടോഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന് 50,000 രൂപ പിഴ ചുമത്തി. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പെർളശ്ശേരി പഞ്ചായത്ത് പരിധിയിലെ ചെറുമാവിലായി നടത്തിയ പരിശോധനയിലാണ് വർക്ക്ഷോപ്പ് മാലിന്യങ്ങൾ അഞ്ചരക്കണ്ടി പുഴയോട് ചേർന്ന ചതുപ്പ് പ്രദേശത്ത് തള്ളിയ വ്യക്തിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം നടപടികൾ സ്വീകരിക്കാൻ ഗ്രാമപഞ്ചായത്തിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കൂടാതെ അനധികൃത ഏജൻസിക്ക് വർക്ക്ഷോപ്പ് മാലിന്യങ്ങൾ കൈമാറിയതിന് കണ്ണൂർ നടാലിലെ ഇറാം മോട്ടോഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന് മാലിന്യം തിരിച്ചെടുക്കാനുള്ള ചെലവ് ഉൾപ്പെടെ 50,000 രൂപ പിഴ ചുമത്തി നടപടികൾ സ്വീകരിക്കാനും പെർളശ്ശേരി ഗ്രാമപഞ്ചായത്തിന് സ്ക്വാഡ് നിർദ്ദേശം നൽകി. പെരളശ്ശേരി പഞ്ചായത്ത് മാലിന്യമുക്ത പ്രഖ്യാപനം നടത്തിയതിന്റെ പിറ്റേ ദിവസം തന്നെ പുറമേ നിന്നുള്ള മാലിന്യം കൊണ്ടുവന്ന് നിക്ഷേപിച്ച NKP ആരിഫിനെതിരെ കർശന നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് പഞ്ചായത്ത് അറിയിച്ചു. പരിശോധനയിൽ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ ലിജി M, ഷരീഖുൽ അൻസാർ, അസിസ്റ്റന്റ് സെക്രട്ടറി K. പത്മനാഭൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ ഷിൽന T എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 8,220, പവന് 65,760 രൂപ, വെള്ളി 108 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. വർദ്ധിച്ചുവരുന്ന ലഹരി ഏകദിന ഉപവാസ സമരവുമായി KSSPA. ഉപവാസം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമൂഹത്തിൽ നിന്നും ലഹരി തുടച്ചു മാറ്റണമെന്ന ആവശ്യം. ചക്കരക്കൽ ടൗൺ വികസനം. മൗഞ്ചേരിയിൽ സർവേ കല്ല് സ്ഥാപിക്കുന്നതിൽ തർക്കം. ഉദ്യോഗസ്ഥരെ വ്യാപാരികളും ഉടമകളും തടഞ്ഞു. പ്രതിഷേധക്കാർ അറസ്റ്റിൽ. ടൗണിൽ ഹർത്താൽ. ടൂറിസം ഭൂപടത്തിൽ പുല്ലൂപ്പിയും 2ാം ഘട്ടത്തിന് ഭരണാനുമതി ലഭിച്ചു. ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റുകൾക്കുള്ള ടെൻഡർ ക്ഷണിക്കുമെന്ന് KV സുമേഷ് MLA. ബോട്ടിംഗ് കർശന സുരക്ഷാ മാനദണ്ഡങ്ങളോടെ മാത്രം. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.